ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി ഞാനിന്ന് മടുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിടുകയാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ ഞാൻ ഏത് വണ്ടി അയക്കാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ അയക്കാൻ പോകുന്ന വണ്ടി. നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ്റെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. അപ്പോൾ ഞാനിന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വാഹനം നമ്മൾ ട്രെയിൻ വഴി കയറ്റി അയക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി കയറ്റി വിടാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അതുവരേക്കും शक्यता असा तुमका झालेल्या त्रासाबद्दल आम्ही दिलगीर आहात. कृपया ध्यान दीजिए. ഓഫീസിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര വിശപ്പ്. അപ്പോൾ വരണ വഴിക്ക് നമുക്ക് അവിടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടൊരു അയ്യങ്കാർ ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ നിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചിരിക്കുകയാണ്. കഴിച്ചോട്ടെ, ഭയങ്കര വിശപ്പ്. കഴിക്കട്ടെ. അതുപോലെയാണ്. ഇപ്പോൾ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു. വണ്ടി കയറ്റിവിടാനുള്ള പരിപാടി ആയിട്ടുണ്ട്. രാത്രി 9:30 ട്രെയിനിൽ കയറ്റാന്ന് പറഞ്ഞേക്കണേ. അത് അവൈലബിലിറ്റി നോക്കിയിട്ട് ചാർജൊക്കെ അത്യാവശ്യം ചാർജായി. പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇനി വീട്ടിൽ പോകാൻ വണ്ടി ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 3/4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തും. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വല്ല വണ്ടി കിട്ടി കഴിഞ്ഞ് മടുകാവ് ബസ് സ്റ്റാൻഡിൽ പോകണം. അപ്പോൾ അത് കിട്ടുന്നത് കഴിഞ്ഞാൽ അപ്പോൾ വേഗം നടന്നുകൊണ്ടിരിക്കുക, ഓടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒന്നാമത് ബാഗിൻ്റെ അത് കുറേ വെയിറ്റ് ഉണ്ട്, പിന്നെ ഹെൽമെറ്റും ഉണ്ട്. എല്ലാം കൊണ്ട് ഭയങ്കര വെയിറ്റാണ്. പക്ഷേ ഇത്തിരി കയറ്റൊക്കെ ഉണ്ട് കേട്ടോ. നടന്ന് വയ്യാണ്ടാവും. പക്ഷെ പണ്ട് കാര്യമില്ല. കാരണം അവിടെ നിന്ന് പൈലറ്റൊക്കെ കിട്ടും, ബൈക്ക്. അതൊക്കെ ഭയങ്കര കാശാണ്. ഭയങ്കര ചാർജ് എടുക്കുക അവർ ഈ നേരമൊക്കെ ആകുമ്പോൾ. ഒരു നിർവാഹമില്ല, പൈലറ്റ് പിടിക്കേണ്ടി വരികയാണ്. സമയത്തിൻ്റെ ഓരോ പ്രശ്നമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നടന്ന് ബസ്സൊന്നും നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തുന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പൈലറ്റ് ചാർജിനെ പിടിച്ചിട്ടുണ്ട്. അത് 70 പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പോയിരിക്കണം. പക്ഷെ ഭയങ്കര ബ്ലോക്കാണ് റോഡ് ഭയങ്കര ബ്ലോക്കാണ്. ഇതുകൊണ്ട് നാളെ ദീപാവലിയുടെ ഒക്കെ ആയിട്ട് മുടക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ, അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. എനിവേസ് ചില വേഗം വണ്ടി കിട്ടുന്ന നോക്കട്ടെ. കാരണം ഇപ്പോൾ 8 മണി ആവാറായി സമയം. അപ്പോൾ 8:30 എത്തണം. 8:30 ലാസ്റ്റ് ബസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രിവാൻഡ്രമുണ്ട്, കൊല്ലമുണ്ട്, കായംകുളമുണ്ട്, ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, തൃശ്ശൂരുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഗോവയ്ക്ക് എല്ലാ ട്രെയിനും നിർത്തുന്ന ഒരേ ഒരു സ്റ്റേഷനുള്ളൂ, അത് മടുകാവാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ട്രെയിൻ കയറുന്ന ഇറങ്ങുന്നതൊക്കെ മടുകാവിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മടുകാവിക്ക് വരുന്നത്. പൊതുവേ ട്രെയിൻ കയറി നാട്ടിൽ പോണ കാര്യത്തിനാണ് മടുകാവിക്ക് വരാറുള്ളത്. ഇവിടുന്നൊരു 18 കിലോമീറ്റർ ഉണ്ട് യാത്ര. അവിടെ ചെന്നിട്ട് വേറെ കാര്യം നിങ്ങൾക്ക് പിന്നെ കുറേ ഇൻഫർമേഷൻ തരാണ്ടല്ലോ. എങ്ങനെ വണ്ടി കയറ്റിട്ട് കുറേ ഇൻഫർമേഷൻ തരാൻ ബാക്കിയില്ല. അപ്പോൾ ഇൻഫർമേഷനൊക്കെ തന്നെ തരാം.
എന്തായാലും ഞാൻ ആദ്യം വീട്ടിലെത്തട്ടെ. ഞാനിപ്പോൾ അങ്ങനെ പോണ്ട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്ക്. നടന്ന് വീട്ടിലെത്താറായി. അപ്പോൾ നേരത്തെ ആകെ കഴിച്ചത് ഒരു പപ്സല്ലേ, ഇപ്പോൾ വെച്ചാൽ വീണ്ടും വിശന്ന് തുടങ്ങി. പിന്നെ രാത്രി അരി ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെറിയൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഐസ്ക്രീം അമൂലിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അമൂലിൻ്റെ. 50 രൂപയുള്ളൂ എന്നാണ് ഏറ്റവും വലിയ വ്യത്യാസം. കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനിപ്പോൾ 2 മിനിറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സെയിം സാധനമൊക്കെ ഉണ്ടല്ലോ മറ്റു സ്ഥലത്തൊക്കെ ഭയങ്കര വില, അമൂലിന് ഭയങ്കര ചീപ്പാണ് കിട്ടുന്നത്. സോ എന്തായാലും ഇത് കഴിച്ചിട്ട് എന്തായാലും വിശപ്പ് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും അമൂലിൽ കയറുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഓരോ കോംബോകളൊക്കെ പരീക്ഷണമൊക്കെ നല്ലതായിരിക്കും. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ വീട് മഴ വരുന്നുണ്ട്, വേഗം വീട്ടിൽ പോട്ടെ. NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഒരാൾ മറ്റൊരാളുടെ വണ്ടി കൊണ്ട് വരുമ്പോൾ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമ്മതപത്രം, അതും കൊണ്ട് ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. എന്തിന്? പാഴ്സൽ ചെയ്യാനായിട്ട്. കൂട്ടുകാരൻ്റെ വണ്ടിയാണല്ലോ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിക്കണം. ഇതും കൊണ്ടിട്ട് വേണം നമ്മൾ നമ്മുടെ പാഴ്സൽ ഓഫീസറെ കൊണ്ടുപോയി കാണിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി കയറ്റി വിടില്ല. ഓണർ വരാൻ വെച്ചാൽ നീ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓണർ വരാൻ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഡോക്യുമെൻ്റ് കാണിക്കുക, അതിന് കോപ്പി കൊടുക്കുക, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ഫയൽ ചെയ്യുക, ബില്ല് മേടിക്കുക, പോവുക. സ്വന്തം ഓണറല്ല വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇതറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ അവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറയണം. അങ്ങനെ നമ്മൾ ആദ്യം ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കുക, RC ബുക്ക്, പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി കാണിക്കുക, പിന്നെ ആരുടെ പേരിലാണ് വണ്ടി ഉള്ളത് അവന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി കാണിക്കുക, ആളുടെ ID കാർഡിൻ്റെ കോപ്പി കാണിക്കുക, പിന്നെ ഈ സാക്ഷ്യപത്രം കൂടി കാണിക്കുക. ഈ 5 കാര്യങ്ങളും കൂടി കാണിച്ചിട്ട് നമ്മുടെ ഓഫീസർ സമ്മതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ വണ്ടി ലോഡിംഗ് പോയിൻറ്റിലേക്ക് പോകും. ലോഡിംഗ് പോയിൻറ്റിൽ പോന്നിട്ട് ആൾ പറയും പെട്രോൾ ടാങ്ക് empty ചെയ്യാൻ പറയും. പെട്രോൾ ടാങ്ക് empty ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ട്രെയിനിൽ സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു കാരണമാകരുത്. മനസ്സിലായില്ലേ? ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോൾ കാലിയാക്കിയിട്ട് വേണം വണ്ടി ട്രെയിനിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാൻ. പെട്രോൾ ഊറ്റുന്ന സമയത്ത് നമ്മൾ കയ്യിലൊരു കുപ്പി, ഒരു ഒഴിഞ്ഞ കുപ്പി കരുതുന്നത് നല്ലതായിരിക്കും. എൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഊറ്റിയപ്പോൾ 3 ലിറ്റർ പെട്രോളാണ് കിട്ടിയത്. 3 ലിറ്റർ. ഞാൻ ബാക്കി 2 കുപ്പി കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വേസ്റ്റ് ആയിട്ടുള്ള കുപ്പിയൊന്നും തന്നെ കാണാനില്ല. അവസാനം ഒരു കുപ്പി കാശ് കൊടുത്ത് മേടിച്ചതിന് വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ആ കുപ്പിയിൽ പെട്രോൾ നിറച്ചത്. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ബാക്കി വന്ന പെട്രോൾ നമ്മൾ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് ഇഗ്നേറ്റ് ചെയ്തതിന് ശേഷം അത് മൊത്തം പെട്രോൾ ടാങ്ക് കാലിയാക്കിയിട്ട് വേണം നമ്മൾ അവിടെ ലോഡിംഗ് പോയിന്റിൽ നിന്ന് വെക്കാനായിട്ട്. ലോഡിംഗ് പോയിന്റിൽ വെച്ച ശേഷം നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുക. ഒരു ഫോം തരും, അപ്ലിക്കേഷൻ ഫോം. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആരാണ് അയക്കണത്, ആർക്കാണ് അയക്കണത്, എന്താണ് അയക്കണത്, എത്ര ക്വാണ്ടിറ്റി അയക്കുന്നുണ്ട്, എത്രയാണ് അതിൻ്റെ വെയിറ്റ്, ഏത് സ്റ്റേഷനിലേക്കാണ് അയക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം നല്ല കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. അതിനുശേഷം താഴെയുണ്ട് വാല്യൂ ഓഫ് ദ ഗുഡ്, നമ്മൾ അയക്കുന്ന സാധനത്തിൻ്റെ വാല്യൂ. അത് നമ്മളൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഇടണം. ആ വാല്യൂവിനനുസരിച്ചിട്ടുള്ള ഒരു നിശ്ചിതമായുള്ള ചാർജും റെയിൽവേ ഈടാക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആൾക്ക് ഒരു റെസിപ്റ്റ് ഉണ്ട്. നമ്മുടെ എന്താണോ കണ്ടൻറ്റ് അത് മൊത്തം ആളുകൾ കോപ്പി ചെയ്തതിന് ശേഷം ഇത്ര ദൂരത്തേക്ക് ഇത്ര എമൗണ്ട്, ഇത്ര സർവീസ് ചാർജ്, ഇത്ര സർചാർജ്, ഇതെല്ലാം കൂടി ചേർത്തൊരു വാല്യൂ എഴുതും. ആ വാല്യൂ എഴുതിയതിന് ശേഷം നമ്മൾ ആ ബില്ല് നമ്മൾ അടയ്ക്കണം. ആ ബില്ല് അടച്ചതിന് ശേഷം അതിന് റെസിപ്റ്റിൻ്റെ ഒരു കാർബൺ കോപ്പി നമുക്ക് കിട്ടും. ആ കാർബൺ കോപ്പി നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഇതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി വേണമെങ്കിൽ സ്വന്തം പാക്ക് ചെയ്യാം. പക്ഷെ എന്നാലും നമുക്കത് പാക്ക് ചെയ്യുന്നതിൽ കുറച്ച് പ്രാക്ടിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ആവണമെന്നില്ല. അപ്പോൾ പോർട്ടർമാരുണ്ടായിരിക്കും, അവർ ഹെൽപ്പ് ചെയ്യും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ. അവർ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ പാക്ക് ചെയ്തോളാം. ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ചെറിയൊരു സർവീസ് ചാർജ് കൊടുക്കണം. ശരി, ഓക്കെ, നമുക്ക് കാര്യം നടന്നാൽ പോരെ. അങ്ങനെ നമ്മൾ ഓക്കെ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ചാക്കും വൈക്കോലും കാട്ടൺ ബോക്സിൻ്റെ പെട്ടിയും എല്ലാം കൂടി സെറ്റാക്കിയിട്ട് അത് വണ്ടി പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം നമ്മൾ നേരെ ഈ എല്ലാം ഫയൽ ചെയ്തെല്ലാം കഴിഞ്ഞു. ശേഷം നമ്മൾ പോർട്ടർമാർ ചെന്നിട്ട് മൊത്തം ചെക്ക് ചെയ്യുക, മര്യാദയ്ക്ക് പാക്ക് ചെയ്തിട്ടുണ്ടോ, എല്ലാ സൈഡ് മിററും അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ എല്ലാം മര്യാദയ്ക്ക് തന്നെ ബന്ധോസാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ പോർട്ടർക്ക് അവർ ചെയ്യുന്ന കാശ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇതേ സ്ലിപ്പ് നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നമ്മൾ വണ്ടി കൊടുത്തു വിട്ടിരിക്കുന്നത് ആ സ്റ്റേഷനിലെ പാർസൽ ഓഫീസിൽ പോയിട്ട് നമ്മൾ സ്ലിപ്പ് കാണിച്ചിട്ട്
ഇത് സ്വീകരിക്കുന്ന ആളുടെ ID കാർഡൊക്കെ കാണിക്കണം. അത് കാണിച്ചതിന് ശേഷം നമുക്ക് വണ്ടി റിലീസ് ചെയ്ത് കിട്ടും. പക്ഷേ വേറെ കാര്യമുണ്ട്, വണ്ടി എത്തേണ്ടടുത്ത് എത്തിയതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന ഓരോ മണിക്കൂറിനും 20 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ റെയിൽവേയുടെ ഫ്രീ ആയിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമാണ് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കീശ കാലിയാവും. നല്ല രീതിയിലുള്ള പിഴ ഉണ്ടായിരിക്കും. സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. സോ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചരക്ക് കയറ്റി അയക്കാനുണ്ടെങ്കിൽ തന്നെ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻ്റ് കയ്യിൽ വേണമെന്നുള്ളതൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വാഹനങ്ങളുടെ കേസാണ്. ഇതേപോലെ നമ്മൾ പലതരം ചരക്കുകൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരക്ക് അതിൻ്റെ ഇൻവോയ്സ്, ഒറിജിനൽ ഇൻവോയ്സ്, അതുപോലെ അതിൻ്റെ ഡെലിവറി ചലാൻ, ഇത് ആരുടെ പേരിൽ ഇൻവോയ്സ് ചെയ്തിരിക്കുന്ന അയാളുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ നമ്മൾ നാളെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ കയറ്റി വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വലിയ വിഷയമാവുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും. സോ ഇതെന്തായാലും അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. വീണ്ടും പുതിയ വിശേഷങ്ങളും അനുഭവങ്ങളും ഞാൻ വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ. പോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. MG ജംഗ്ഷനെ ഇനി മുതൽ വിനോദത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും യാത്രയുടെയും ചാനൽ മാത്രമല്ല, കുറച്ച് വിജ്ഞാനവും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എന്നെ ചോദിക്കാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് പറയുകയും ചെയ്യാം. മാത്രമല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് രസകരമായ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ MG ജംഗ്ഷൻ വിനോദങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും യാത്രകളുടെയും ചാനൽ മാത്രമല്ല, ഒരു വിജ്ഞാന ചാനൽ കൂടിയായിരിക്കും. സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കീപ് വാച്ചിങ്, എക്സ്പ്ലോർ ഇൻ ദ വേ ഓഫ് ലിവിങ്, എക്സ്പ്ലോർ അവർ സെൽഫ്. ദിസ് ഇസ് ഗോപിഷ് കുമാർ. ബൈ ഫ്രം MG ജംഗ്ഷൻ, സൈനിങ് ഓഫ്.